കാക്കനാട് രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ രേഖകൾ പരിശോധിച്ചാൽ പാട്ടക്കരാർ ലംഘനം നടന്നിട്ടുണ്ടെന്നുള്ള വളരെ വ്യക്തമല്ലേ? ഗവൺമെൻറ് ഏത് സമയത്തും കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാം കരാർ ലംഘനം ഉണ്ടെങ്കിൽ. ആ വ്യവസ്ഥ അതിനകത്തുണ്ട്. അത് പരിശോധിക്കട്ടെ. 100% അഴിമതിയാണ്. ടീകോമിന് പണം കൊടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ പണം ടീകോമിന് കൊടുക്കുന്നത് അഴിമതി തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് അടിയന്തരമായി മന്ത്രിസഭാ യോഗ തീരുമാനം റദ്ദാക്കണം. തന്നെയല്ല, എത്ര ലാഘവ ബുദ്ധിയോടെയാണ് മുഖ്യമന്ത്രിയും ക്യാബിനറ്റും പ്രവർത്തിക്കുന്നത്. ആരോരും അറിയാതെ കേരളത്തിൽ 13 വർഷക്കാലമായി ഒരു സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ അവരെടുത്ത തീരുമാനം എത്ര ലാഘവത്തോടെയാണ്. ഒരു പാരഗ്രാഫാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആരും അറിയാതെ, ആരെ അറിയിക്കാതെ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം, അത് തന്നെ ദുരൂഹമാണ്. ആരും അറിയാതെ ക്യാബിനറ്റിൽ വെച്ച ഒരു ചെറിയ തീരുമാനം ഒരു പിയൂണിനെ പോസ്റ്റ് ചെയ്യുന്ന ലാഘവത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് തികച്ചും ദുരൂഹമായ ഇടപാടുകളാണ്. ഇതിൻ്റെ പിന്നിലെ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട്. ഇത് അഴിമതിയാണ്. അല്ലെങ്കിൽ ഇത്രയും ലാഘവ ബുദ്ധിയോടുകൂടി കേരളം കാത്തിരുന്ന 90,000 ചെറുപ്പക്കാർക്ക്, അഭ്യസ്തവിദ്യരായ IT വിദഗ്ധന്മാർക്ക്, ചെറുപ്പക്കാർക്ക് ജോലി കിട്ടേണ്ട ഒരു പദ്ധതി അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇങ്ങനെയാണോ എടുക്കേണ്ടത്? അതുകൊണ്ട് ഗവൺമെൻറ് ഈ പദ്ധതിയെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ട്, ദുരൂഹതയുണ്ട്. അതിനോടൊപ്പം ബാജി ജോർജിനെ കൂടി, ഈ ടീകോം കമ്പനിക്ക് വേണ്ടി ഗവൺമെൻറ്റിനോട് വാദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ കൂടി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട കമ്മിറ്റി കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും എന്താ സംഭവം. അതുകൊണ്ട് ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.